യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെറൈറ്റി ബൊഗൻവില്ലകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി അടുത്താണ്. ഒരു വീട്ടമ്മ പരിപാലിച്ചു പോരുന്ന 125 പരം വെറൈറ്റി ബൊഗൻവില്ലകളുടെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി, യാത്രാ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇവിടുത്തെ ഇതെവിടെയാണ് ഈ ഗാർഡൻ വരുന്നത്, ബി ഗാർഡൻ വരുന്നത്, അതുപോലെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഐറ്റം ഇവിടെ ഉള്ളത്, അതൊക്കെ ഒന്ന് പറയാമോ? ഇത് കരുനാഗപ്പള്ളിയാണ്, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി പുത്തൻതെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പുതിയകാവിനും പുത്തൻതെരുവ് കഴിഞ്ഞിട്ട് ഹൈവേ സൈഡ് തന്നെയാണ്. വരാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഹൈവേ സൈഡിൽ തന്നെ ഈ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് തന്നെ മെമ്മറീസ് ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിന് ഓപ്പോസിറ്റ് സൈഡാണ്. അതെ. ഇവിടെ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? ബൊഗൻവില്ലയും അഗ്ലോണിമയാണ് മെയിൻ. അതും അഗ്ലോണിമയിൽ തന്നെ ഹൈബ്രിഡ് ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും. അതല്ലേ, ബൊഗൻവില്ല എല്ലാം വെറൈറ്റി ബൊഗൻവില്ല. നമുക്ക് ഓരോ ഐറ്റം ഒന്ന് പരിചയപ്പെടുത്തി തരുമോ ചേച്ചി? പരിചയപ്പെടുത്താമല്ലോ. ഇത് ഏതാണിത്? ഇത് ബ്രിസാ റെഡ്. ബ്രിസാ റെഡിന്റെ വലിയ മദർ പ്ലാന്റ് ആണ്. ഓക്കെ. ഇത് കുറച്ച് പ്രായമുള്ള ചെടിയാണ്. ഓക്കെ. ബ്രിസയിൽ തന്നെ നമുക്ക് വേറെ ഏതാ വെറൈറ്റി പറഞ്ഞത്? ബ്രിസയിൽ തന്നെ 4-5 വെറൈറ്റി ഉണ്ട്. നമുക്കുള്ളത് ബ്രിസാ റെഡും ബ്രിസാ പീച്ചും ആണ് അവൈലബിൾ സെയിലിനായിട്ടുള്ളത്. അതല്ലേ. നമുക്ക് എങ്ങനെയാ സെയിൽ വരുന്നത്? ഓൺലൈൻ ആണോ അതോ ഇവിടെ വന്ന് കളക്ട് ചെയ്യാം? ഓൺലൈൻ ഇവിടെ വന്ന് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പ്ലാന്റ് നോക്കിയെടുക്കാം, സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ ഓൺലൈനായിട്ട് ചെയ്യും. ഓൺലൈൻ DTDC കൊറിയർ അയക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വെച്ചാൽ പ്ലാന്റ് എല്ലാം നല്ല സൈസുള്ള പ്ലാന്റ്സ്. അപ്പൊ അത് ചെറിയ പ്ലാന്റ് പോലെ അല്ല, ഇവിടെ വരുന്നതാണ് താല്പര്യം. പിന്നെ നമ്മളൊരു സർവീസ് വണ്ടിക്ക് അത് ഹോം ഡെലിവറി ഉണ്ട്. അതുകൊണ്ടല്ലേ. ഇത് ഹവായ് വൈറ്റിന്റെ വലിയ മദർ പ്ലാന്റ് ആണ്. ഇങ്ങനെ ഇവിടെ നിരത്തി ഫുള്ള് വെച്ചിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ കണ്ട് സെലക്ട് ചെയ്ത് ഓരോരുത്തർ കൊണ്ടുപോയി. മദർ പ്ലാന്റ് വലിയ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് റെഡ് വെൽവെറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. നിറച്ച് പൂവായിരുന്നു, പൂ കഴിഞ്ഞു. അതെ. മഴ കുറച്ച് ബാധിക്കൂലേ? മഴ ബാധിക്കും. റെഡ് വെൽവെറ്റ് അടച്ചുള്ള മഴയെ ബാധിക്കത്തുള്ളൂ. ഇടയ്ക്കൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. മഴയൊക്കെ ഇടയ്ക്കൊന്ന് പെയ്യുന്ന നല്ലതാ. പ്ലാന്റിന് അത് റെഡ് വെൽവെറ്റ് അല്ലേ? റെഡ് വെൽവെറ്റ്. ഇതും അത് തന്നെ. അതും അതെ. ആയിരിക്കുന്ന എല്ലാം റെഡ് വെൽവെറ്റ്. ഈ ഒരു ലൈൻ റെഡ് വെൽവെറ്റ് ആണല്ലേ? അതെ. ഞാനത് കൊടുക്കാതെ വെച്ചേക്ക് ഒരുപാട്. റെഡ് വെൽവെറ്റ് അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണുന്നില്ല. അതെ. ഇത് നമുക്ക് മീഡിയം സൈസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു. അതെ അല്ലേ. ഇനി അടുത്ത സീസൺ ആവും. റെഡ് വെൽവെറ്റ് സീസൺ ഓഫർ സീസണിൽ തന്നെ നമ്മൾ കൊടുക്കും. ഇത് അടർനാട ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. റെഡിഷ് വരും. ഗോൾഡ് ആകുമ്പോൾ ഒരു യെല്ലോ കളർ വിരിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് മാറി അങ്ങനെ നിൽക്കും. ഇത് അടർന ഗോൾഡ്. അതിന്റെ ചെറിയ പ്ലാന്റ് ഒരുപാടുണ്ട്, നമുക്ക് കൊടുക്കാനുണ്ടല്ലേ. ഇത് ഫയറോപ്പാൽ. പിന്നെ ഇത് ഇപ്പുറത്തിരിക്കുന്ന ഫ്ലെയിം റെഡ്. സൺസെറ്റ് ഓറഞ്ച് അല്ലേ? ഇത് നമുക്ക് ചെറിയ തൈകളുണ്ടോ? അതിന്റെ ചെറിയ തൈകളുണ്ട്. സൺസെറ്റ് ഓറഞ്ചിന്റെ ഉണ്ട്, സൺസെറ്റ് റെഡും ഉണ്ട് അല്ലേ? പ്ലാന്റ് അത് നമ്മള് ഇവിടെ ഈ മതിലിന്റെ സൈഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് അവിടെ നട്ട് വെക്കാനായിട്ട് കൊണ്ടുവച്ചതാ. പ്ലാന്റ് ഉണ്ട്, കൊടുക്കാനുണ്ട്. അതെ. ഇതിന്റെ നമുക്ക് ചെറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കവർ സൈസ് അല്ലല്ലോ? അല്ല, ഈ സൈസാണ്. പ്ലാന്റ് ആണ് ഉള്ളത്. നമ്മൾ കൊടുക്കുന്നത്. ഇത് സ്നോ റെഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫിന് വെരിഗേഷൻ മഞ്ഞ വെരിഗേഷൻ വരും. ഇതെല്ലാം അതേ പ്ലാന്റ് അല്ലേ? അത് സ്നോ റെഡും സ്നോ യെല്ലോയും. സ്നോ റെഡും സ്നോ യെല്ലോ കളർ വരുന്നത് സ്നോ യെല്ലോ. ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു, പോയി. ബാക്കി അടുത്തത് സെറ്റ് ചെയ്ത് വെച്ചത്. സ്നോ റെഡും സ്നോ യെല്ലോയും അല്ലേ? ഇത് കുറച്ച് പ്ലാന്റ് ഉണ്ടല്ലേ നമുക്ക് കൊടുക്കാൻ? കുറച്ച് പ്ലാന്റ് കൊടുക്കാനുണ്ട്. ഗോൾഡിന്റെ ഇത് അടർന ഗോൾഡിന്റെ നമ്മൾ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. മീഡിയം സൈസ് പ്ലാന്റ്. ഓക്കെ. ഇത് ഏതാ ചേച്ചി? ഇത് ലേഡി ബേർഡ് അല്ലേ? ഇതും മൾട്ടി കളർ പോലെയാണല്ലേ? അതെ, മൾട്ടി കളർ. എനിക്കുള്ള കളർ ഇങ്ങനെ വ്യത്യാസം വരും ഇതിനകത്ത്. ചെറിയ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതാണ് മഹാറാണി. മദർ പ്ലാന്റ് ഫ്ലവറെല്ലാം കഴിഞ്ഞു. ഇതൊരു വിധം ഫ്ലവർ ഉണ്ട്. ഇത് ഫ്ലവർ ഉള്ള പ്ലാന്റുകളാണ്. ഇത് സെയിൽ പ്ലാന്റാ, പ്ലാന്റ് മഹാറാണി. ആ ഓറഞ്ചോ?
അത് മഹാറാണി തന്നെ. അതെ, കളർ ചേഞ്ച് വരും അല്ലേ? അതിങ്ങനെ ഓറഞ്ച് വരും. ആദ്യം വിരിയുമ്പോഴേ ഓറഞ്ച് ആണോ? ചിലപ്പം ചില കുലകൾ ഇങ്ങനെ ഓറഞ്ച് വിരിയും, ചിലത് പിങ്ക് വിരിയും. ഓ, എന്നിട്ട് പിന്നെ കൺവേർട്ട് ആവൂലേ? കൊഴിയാറാകുമ്പോഴത്തേനും അതിന്റെ കളർ അങ്ങ് മാറി ലൈറ്റ് ആവൂലേ? അതെ അതെ. മഹാറാണി. ഇത് അർജുന അല്ലേ? അർജുനയുടെ സെയിൽ പ്ലാന്റ് ആണ്. ഇത്രയേ ഉള്ളു. അതെ അല്ലേ? ഫുള്ള് പോയി. ഇനിയിപ്പോ ജൂൺ ആകുമ്പോഴത്തേനും നമുക്ക് സീസൺ കഴിയൂലേ? മഴ വന്നു കഴിഞ്ഞാല്. അതെ, 2 മാസത്തേക്കും കൂടെ ഉണ്ട്. തണലത് മഴ കൊള്ളാതെ സൂക്ഷിച്ചാൽ വെയിലുണ്ടെങ്കിൽ പൂവുണ്ടാവും. മഴ കൊള്ളരുത്. മഴമറക്കുള്ളിൽ സൂക്ഷിച്ചാ. അർജുന നമുക്ക് കുറച്ച് പ്ലാന്റ് ഉണ്ടല്ലേ കൊടുക്കാൻ? ഇതും അർജുന മദർ പ്ലാന്റ്. അർജുനന്റെ മദർ പ്ലാന്റ് അല്ലേ? ഫ്ലവറൊക്കെ കഴിഞ്ഞു. ഇതിൽ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഇതും വരൂലേ? ഡാർക്ക് പിങ്ക് എന്നിട്ട് ലൈറ്റിലേക്ക് കൺവേർട്ട് ആവൂലേ? ഇത് ബ്രിസ അല്ലേ? ബ്രിസ റെഡും ഇത് പീച്ച്. ഇത് പീച്ചും അല്ലേ? ഇത് സെയിൽ പ്ലാന്റ്. ഓക്കെ ഓക്കെ. നമുക്ക് കുറച്ച് കളക്ഷൻ ഉണ്ട് അല്ലേ? കുറെ ഉണ്ടായിരുന്നു. ഇതേതാ ചേച്ചി? ഇത് ബാലക, ബലാക്ക, ബാലക അങ്ങനെയൊക്കെ പറയും. സക്കുര ബെല്ലാക്കന്റെ പോലത്തെ അതല്ല, ഇത് ബാലക. വൈറ്റ് ഫ്ലവർ ഇങ്ങനെ നിറച്ച് നല്ലതായിട്ട് ഫ്ലവർ ചെയ്യും. ചെറിയ ഫ്ലവറും ആണ്. ഇത് പ്ലാന്റ് ഗ്രോത്ത് ആയി വരുന്നതേ ഉള്ളൂ. ഫ്ലവറും ചെറിയതാണ്, ചെറിയ ഷേപ്പ്, ചെറിയ ഫ്ലവർ, ചെറിയ നീളം കൂടിയ ഒരു ഇതൾ പോലെ ഉണ്ട് അല്ലേ? അതെ, നല്ല ഭംഗിയായിരിക്കും. ഇത് ഹാങ്ങിങ്ങിലും പറ്റും തോന്നുന്നു. അതെ അതെ. അധികം തണ്ട് കെട്ടിയില്ലല്ലോ. ബാലക അല്ലേ? ബാലക. ഇതേതാ പറഞ്ഞേ? ഇത് ഫ്ലൈ ബൈറ്റ്സ്. ചിത്ര വെറൈറ്റിയാ. ഫ്ലൈ ബൈറ്റ്സ് ചിത്രയിലൊരു വെറൈറ്റി ആണല്ലേ? അതിന്റെ തൈകളാണ് ഇരിക്കണല്ലേ? തൈകളാണിത്. ഇതൊരു വെറൈറ്റി തന്നെയാണല്ലേ? ഒരു വെറൈറ്റി തന്നെ. ആ കളർ തന്നെയാണ് വരുന്നത് അല്ലേ? രണ്ടായിട്ട് ഒരു ഗോൾഡന്റെ ഒരു ചെറിയൊരു ഇതും കൂടെ വരും അല്ലേ? പിങ്കില്. ഇത് ഗോൾഡൻ സൺഷൈൻ. അതെ അല്ലേ? നല്ല ഭംഗിയുള്ള പൂവാണല്ലേ? ഇനിയും കളർ ചേഞ്ച് വരുമോ? ഇത് ആദ്യം വേറെ കളറായിരുന്നു, കളർ ചേഞ്ച് വന്നതാ. അതിന്റെ തന്നെ അല്ലേ ഈ റോസ്? ഈ കളർ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വരും, ഒരു തീമഞ്ഞ നിറത്തിലേക്ക് വരും അല്ലേ? ഗോൾഡൻ സൺഷൈൻ അല്ലേ? അതിന്റെ പ്ലാന്റ് സെയിൽ പ്ലാന്റ് അപ്പുറത്തിരിപ്പുണ്ട്. ഇത് കുറച്ച് ഡിമാൻഡുള്ള ആണെന്ന് തോന്നുന്നു. അതെ അതെ. ഇതേതായിരുന്നു? ഇതൊരു ചിത്ര വെറൈറ്റി. എനിക്ക് ഐഡിയ അറിഞ്ഞുകൂടാ. അതെ, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ? വലിയ പൂവാണല്ലേ? വലിയ പൂവാ. ചിത്ര വെറൈറ്റിക്ക് എല്ലാം വലിയ വലുതായിരിക്കും. നല്ല ഭംഗിയുണ്ട്. വലിയ, പക്ഷെ അത് വലുതായിട്ട് ഞാൻ 20 ലിറ്ററിന്റെ ബക്കറ്റിലാണ് ചെയ്യുന്നത്. ബക്കറ്റൊക്കെ പെയിന്റ് അടിച്ച് നന്നായിട്ട് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയാവും. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണല്ലേ? അതെ അതെ. ഇത് ഡയമണ്ട്, ഗോൾഡൻ ഡയമണ്ട് അല്ലേ? ഇതും കളർ ചേഞ്ച് വരുന്നുണ്ട്. ഒരു യെല്ലോ എന്തോ റെയിൻബോ ഡയമണ്ട്. റെയിൻബോ ഡയമണ്ട് ആണല്ലേ? അത് ഇങ്ങനെ വെരിഗേഷൻ വരും ഈ ലീഫിനകത്ത്. ഇതാണ് അതിന്റെ ഏറ്റവും. ഈ വെള്ള ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ കൂടി വരും. ഇത് ഡയമണ്ട്, ഗോൾഡൻ ഡയമണ്ട് അല്ലേ? ഇതും കളർ ചേഞ്ച്. ഇതേതാ പറഞ്ഞേ? ഇത് വാട്ടർമെലൺ കിസ്. തണ്ണിമത്തന്റെ ആ ഒരു കളർ, ചെത്തി വെക്കുന്ന തണ്ണിമത്തന്റെ കളർ അല്ലേ? ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണല്ലേ? അല്ല, അത് സെയിൽ. ഇത് ഒരെണ്ണേ ഉള്ളൂ. ഇത് സെയിലിനുള്ളത് തന്നെയല്ലേ? അതെ അതെ. വാട്ടർമെലൺ കിസ് അല്ലേ? ഇതേതാ പറഞ്ഞേ? ഇത് ബട്ടർ കപ്പ് അല്ലേ? ബട്ടർ കപ്പിന്റെ പ്ലാന്റ് ഒരുപാടുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു പോയി. ഈ തവണ കുറച്ച് ഡിമാൻഡ് ഉള്ളതായിരുന്നു ബട്ടർ. ഇത് രണ്ടും ബട്ടർ കപ്പ്. അതെ അതെ. ഇത് പക്ഷേ നമുക്ക് പ്രായമുള്ളതിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ നല്ല തണ്ടുകെട്ടിയുണ്ട്. അതെ. ബട്ടർ കപ്പ് നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല ഭംഗിയുള്ള പ്ലാന്റ്. ഈ പൂവിന്റെ സൈഡിലുള്ള ആ ഒരു സൈഡിൽ അതാണ് അതിന്റെ ഭംഗി വരുന്നത് അല്ലേ? ചെറിയ വെള്ള ത്തോട്ട് ഇങ്ങനെ നല്ല ഭംഗിയത്. ഓക്കെ. ഇത് ബട്ടർ കപ്പ് അല്ലേ? നമുക്ക് ഒരുപാട് കൊടുക്കാനില്ല, ഈ 2 ഉള്ളൂ അല്ലേ? ഇത് കൊടുക്കാനില്ല. ഇത് മദർ പ്ലാന്റ് ആണ്. കഴിഞ്ഞ്. ഇത് പിങ്ക് പാച്ച് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഫ്ലവർ കഴിഞ്ഞതാണ്. ചെറിയൊരു ഫ്ലവർ ഉണ്ട് ഈ കളറാണല്ലേ? ആ ഫ്ലവറിന് വരുന്ന ഒരു ചെറിയ പിങ്ക് വരണല്ലേ? ഒരു ഫ്ലവർ. ഇത് ഇതാണ് സക്കൂറ അല്ലേ? നമുക്ക് കുറച്ച് പ്ലാന്റ് കൊടുക്കാനുണ്ടല്ലേ? ഇത്രയുണ്ട്. സക്കൂറ നമുക്ക് ഇത് ഹാങ്ങിങ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം.
ചേച്ചി നഴ്സറി തുടങ്ങിയിട്ട് എത്ര നാളായി, എത്ര വർഷമായി? ഞാൻ നേരത്തെ തൊട്ടേ അഗ്ലോണിമ സെയിൽ, ഓൺലൈൻ സെയിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നഴ്സറി ആയിട്ട് തുടങ്ങിയിട്ട് ഒരു മാസമേ ഉള്ളൂ. ഇവിടെ നഴ്സറി ഓപ്പൺ ചെയ്തു. അതിനു മുമ്പ് ഓൺലൈൻ മാത്രം, ഓൺലൈൻ സെയിൽ ഉണ്ടായിരുന്നു. നഴ്സറി ബോർഡൊക്കെ വെച്ച് ഒരു മാസമായിട്ടുണ്ട്. കളക്ഷൻ നേരത്തെ തന്നെ ഉണ്ടല്ലേ? ഉണ്ട്. ഇത് തിമ്മ യെല്ലോ. തിമ്മ യെല്ലോ ആണല്ലേ? തിമ്മ യെല്ലോ. പക്ഷെ പൂവ് യെല്ലോ ആയിട്ട് ഒരു ഇതില്ല. അത് യെല്ലോ ആയിട്ട് വരത്തില്ല. അത് ഇങ്ങനെ പീച്ചും വൈറ്റും കൂടെ വരും. പേര് പറയുമ്പോൾ ഫ്ലവറിങ് കഴിഞ്ഞ് നല്ല ഫ്ലവറിങ്. ഇത് വരുമ്പോ തന്നെ ഈ ഒരു കളറാണോ? നല്ല ഫ്ലവർ ഉണ്ട്. വരുമ്പോ ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് വരും. എന്നിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കും. എന്നിട്ട് പിന്നെ വൈറ്റ് ആണ്. വൈറ്റ് ഫ്ലവറും വരും ഇതിനകത്ത്. ചെറിയ ക്രീം കളർ തിമ്മ യെല്ലോ ആണ് പേരല്ലേ? ഇത് ടൈഗർ മാർബിൾ ഓറഞ്ച്. ടൈഗർ മാർബിൾ ഓറഞ്ച് അല്ലേ? ഇതിന്റെ ഇലയാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ? ഇലയാണ് ഭംഗി. പൂവില്ലെങ്കിൽ അതെ, രണ്ടും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ്. ചട്ടിയിലൊക്കെ വെച്ചാൽ മാർബിൾ അതെ ഷേപ്പ് വരും. നല്ല പൂവാ. ഇത് ഏതാ ചേച്ചി? ഇത് ക്ലൗഡ് വൈറ്റ് എന്ന് പറയും. അതിന്റെ ലീഫിനകത്ത് ഇങ്ങനെ വൈറ്റ് കളർ വന്നിട്ട് പൂവ്, അതാണ് അതിന്റെ ഭംഗി. ക്ലൗഡ് വൈറ്റ് അല്ലേ? ഇത് നമുക്ക് കുറച്ച് തൈ ഉണ്ട് തോന്നുന്നു. ഈ 4 തൈയേ ഉള്ളു, പക്ഷെ അത് ബുക്കിങ്ങാ. അതല്ലേ? ക്ലൗഡ് വൈറ്റ്. ഇത് ബിഗോജിയസ് എന്ന് പറയുന്ന പ്ലാന്റ്. ബിഗോജിയസ് അതല്ലേ? ഒരു ഹാങ്ങിങ് ബ്രിസൈഡ് ഒക്കെ പൂവിന്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ ഹാങ്ങിങ് ചെയ്യാനും പറ്റും. അതല്ലേ? ഇത് കുറച്ച് തൈ ഉണ്ടല്ലേ? താഴോട്ട് അതിന്റെ കുറച്ച് തൈ ഉണ്ട്. ഇത് മാജിക് ഐസ്ക്രീം. സ്പ്ലാഷ് ഐസ്ക്രീം. ഇതിന്റെ വിലയും ഇല ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആണ്. ഇലയാണ്ട് അങ്ങനെ വരും. യെല്ലോ, നല്ല യെല്ലോ, നല്ല വെയിലത്ത് വെക്കുമ്പോഴേ നല്ല കളർ വരും. അതല്ലേ? മാജിക് ഐസ്ക്രീം. മാജിക് ഐസ്ക്രീം. ഇത് നമുക്ക് കുറച്ച് തൈ കൊടുക്കാനുണ്ടല്ലേ? ഉണ്ട്. ഇതേതാ ചേച്ചി? ഇത് സെൻഡായി ഓറഞ്ച്. സെൻഡായി ഓറഞ്ച് എന്ന് പറയുന്ന പ്ലാന്റ്. അതല്ലേ? സെൻഡായി ഓറഞ്ച് അല്ലേ? ഇതിന് വേറെ കളർ ചേഞ്ച് വരണുണ്ടോ? ഇല്ല, അതിന്റെ വേറെ കളറുണ്ട്. സെൻഡായിയുടെ ആ ഒരു കളർ. അതല്ലേ? ഇത് നല്ലൊരു വെറൈറ്റി ആണ്. ഇത് ക്രിസ്റ്റീന അല്ലേ? ക്രിസ്റ്റീന റെഡ്. ക്രിസ്റ്റീന എന്നാണ് എൻ്റെ പേര് പറഞ്ഞല്ലേ? നല്ല പൂവാണല്ലേ? ഭംഗിയുള്ള പൂവ്. ഇതിന്റെ തൈ ഉണ്ടോ നമുക്ക്? അതിന്റെ തൈ കൊടുക്കാനുണ്ട്. ക്രിസ്റ്റീന തൈ എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ് പ്ലാന്റ്, കവർ സൈസ് അല്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. അത് മുകളിലേക്ക് ക്രിസ്റ്റീന അല്ലല്ല, അത് റെഡ് സെപ്റ്റംബർ എന്ന് പറയും. ഇതാണ് റെഡ് സെപ്റ്റംബർ അല്ലേ? ഇത് ഏകദേശം ഒരുപോലെ തോന്നില്ല ഒരുപോലെ തോന്നും കാണുമ്പോ, പൂവൊക്കെ കാണുമ്പോ ഒരുപോലെ തോന്നും. ഇത് റെഡ് സെപ്റ്റംബർ അല്ലേ? അതെ. ഇത് ക്രിസ്റ്റീന. മദർ പ്ലാന്റുകൾ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടും. ഇത് കൊടുക്കുമെന്ന്. യെല്ലോ ബട്ടർഫ്ലൈ അല്ലേ? യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് കൊടുക്കാനുണ്ട് അല്ലേ? മേളത്തെ വൈറ്റോ? സെൻഡായി വൈറ്റ്. അപ്പുറം നമ്മൾ കണ്ടതിന്റെ വൈറ്റ് സെൻഡായി വൈറ്റ്. ഇതിലൊക്കെ ചെറിയ പ്ലാന്റ് അടുത്ത സീസണിൽ കൊടുക്കാൻ പറ്റും. അതെ അല്ലേ? ഇത് ഗോൾഡൻ ജാക്ക്പോട്ട് അല്ലേ? ഇത് മഷൂരി ഓറഞ്ച് എന്ന് പറയുന്നൊരു വെറൈറ്റി. ഇത് സാധാരണക്കാളും വെറൈറ്റി ഉണ്ടല്ലേ? കണ്ടു കഴിഞ്ഞാൽ ബൊഗൈൻവില്ലാന്ന് തോന്നത്തില്ല അല്ലേ? അല്ല, അത് ചെറിയൊരു പൂ. ചെറിയ പൂ, പക്ഷെ ഒരുപാട് പൂക്കളുണ്ടാവും. നല്ല ഭംഗിയുണ്ട്. ഇത് വയലറ്റ് സെപ്റ്റംബർ. നമ്മൾ നേരത്തെ കണ്ടതിന്റെ റെഡ് സെപ്റ്റംബറിന്റെ വേറെ കളർ. വയലറ്റ് സെപ്റ്റംബർ. അതിന്റെ സെയിൽ പ്ലാന്റ് ഒരുപാടുണ്ട് നമുക്ക്. അതല്ലേ? ആ ഇരിക്കുന്നതൊക്കെ വയലറ്റ് സെപ്റ്റംബർ ആണല്ലേ? അതൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണല്ലേ? വലിയ പ്ലാന്റുകളാണല്ലേ? ഇത് ഹവായി വയലറ്റ് അല്ലേ? ഇതിന്റെ തൈ ഉണ്ടോ നമുക്ക് കൊടുക്കാനുണ്ടോ? ഉണ്ട്, ഹവായി വയലറ്റ് കൊടുക്കാനുണ്ട്. ഇത് ഹവായി വയലറ്റ് അല്ലേ? ഇതിന്റെ തൈ ഉണ്ടോ നമുക്ക് കൊടുക്കാനുണ്ടോ? ഉണ്ട്, ഹവായി വയലറ്റ് കൊടുക്കാനുണ്ട്. ഇത് യെല്ലോ ബട്ടർഫ്ലൈ അല്ലേ? അതെ. നമുക്ക് കുറച്ച് പ്ലാന്റ് ഉണ്ടല്ലേ കൊടുക്കാൻ? ഉണ്ട്. സിൽവർ തൈ ഡിലൈറ്റ്. ഇത് ഫ്യൂസിയ ബട്ടർഫ്ലൈ അല്ലേ? ഫ്യൂസിയ ബട്ടർഫ്ലൈ. ഇത് കുറച്ച് തൈ ഉണ്ടല്ലേ നമുക്ക്? ഇത് സിൽവർ തൈ ഡിലൈറ്റ് അല്ലേ? ഇതിന്റെ ഇലയായിരിക്കും ആ ഒരു പേരിന്. അതെ, സിൽവർ കളർ. അതിന്റെ അപ്പുറത്ത് ഇരിക്കുന്ന ഹോളണ്ട്.
ഇത് ഹോളണ്ട്. ഈ വയലറ്റ്, ഇത് പിങ്ക് കളർ ഹോളണ്ട് സ്പോട്ടഡ് എന്ന് പറയും. ഹോളണ്ട് സ്പോട്ടഡ് അല്ലേ. ഒരുപാട് വെറൈറ്റികൾ പുതിയത് വരുന്നുണ്ട് അല്ലേ. നമുക്ക് മൊത്തത്തിൽ എത്ര വെറൈറ്റി ഉണ്ടാവും ഇവിടെ? എനിക്കൊരു 100-120 വെറൈറ്റി കളക്ഷൻ ഉണ്ട് അല്ലേ. ഇതിന്റെ പേര് ഡോക്കി സ്പോട്ടഡ് എന്നാ. ഓ, ഇത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിനകത്തുണ്ട് ലീഫിനകത്തൊരു വെരിഗേഷൻ ഉണ്ട്. ഓ, ചെറിയൊരു വെരിഗേഷൻ വരുന്നുണ്ട് അല്ലേ. ചില ഇല ഫുള്ളായിട്ടും വൈറ്റ് ആയിട്ടും വരുന്നുണ്ട് അല്ലേ. ചിലത് ഹാഫും. ഇതിന്റെ പേരെന്താ പറഞ്ഞേ? ഡോക്കി സ്പോട്ടഡ്. ഓക്കെ. ഓ, വൈറ്റ് ആണെങ്കിലും ഇടയ്ക്ക് ചെറിയൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാ. ലിപ്സ്റ്റിക് നമുക്ക് തൈ കൊടുക്കാനുണ്ട് അല്ലേ. ഉണ്ട്. ഇത് ബ്രിസ മജന്ത വെരിഗേറ്റഡ്. ഇതൊരു പുതിയ വെറൈറ്റി. അതെ അല്ലേ. ഇങ്ങനെ വെരിഗേറ്റഡ് ലീഫ് വന്നിട്ട് ബ്രിസ മജന്ത വെരിഗേറ്റഡ് അല്ലേ. കുറച്ച് വലിയ പൂവല്ലേ ബ്രീസ ആണെങ്കിലും, സാധാരണ ബ്രീസേനേക്കാളും വലിയ പൂവുണ്ട്. വലിയ പൂവാണ്. ഇത് പുതിയ വെറൈറ്റി അല്ലേ. ഹവായ് വയലറ്റ് അതിന്റെ വലിയ മദർ പ്ലാന്റ് ആണല്ലേ. അതിന്റെ ചെറിയ പ്ലാന്റ് സെയിൽ പ്ലാന്റ് ആണ്. ഇത് അതിന്റെ സെയിൽ പ്ലാന്റുകൾ അല്ലേ. ഇതൊക്കെയോ? അതും ഹവായിയുടെ തന്നെ വെറൈറ്റിയാ. വൈറ്റും വയലറ്റും കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. ഇത് ബിഡാദരി എന്ന് പറയും. ഓ, ഇത് കുറച്ച് ഹാങ്ങിങ് ഇതിൽ ക്രീപ്പർ ടൈപ്പ്. ക്രീപ്പർ ടൈപ്പ് വളഞ്ഞ് വള്ളി പോലെ അല്ലേ. നല്ല പൂവാണല്ലേ. നല്ല പൂവ്, നല്ല ഭംഗിയാ. ബിഡാദരി ഇതൊക്കെ. പക്ഷേ ചെറിയൊരു വലിയ പ്ലാന്റ് നമ്മള് കൊടുക്കുന്നത്. അതല്ലേ. ഇതിൽ ചെറിയൊരു ഇത് വരുന്നുണ്ടല്ലേ, ഡബിൾ കളർ പോലെ വൈറ്റ് പോലെ വരുന്നുണ്ടല്ലേ. വലിയ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരും തോന്നുന്നു അല്ലേ. വിരിയുമ്പോൾ ഫുള്ള് വയലറ്റ് അല്ലേ. അതെ അതെ. പ്ലാന്റുകളാണല്ലേ. ഇത് റൂബി റെഡ് അല്ലേ. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളല്ലേ. മദർ പ്ലാന്റ് ആണല്ലേ. ഇത് നമ്മൾ അവിടെ കാണിച്ചതാണോ? ഇത് കാണിച്ചില്ല. സ്വീറ്റ് ഹാർട്ട് ആണല്ലേ. ഇത് ഇതും പൂവ് ഷേപ്പ് വ്യത്യാസമുണ്ട് അല്ലേ. സാധാരണ പൂവിനേക്കാളും സ്വീറ്റ് ഹാർട്ട് അല്ലേ. ഇതോ? അത് മഷൂരി പുറത്ത് കാണിച്ചത്. പിങ്ക്, ചോക്ലേറ്റ് പിങ്ക് അല്ലേ. വലിയ പൂവാണല്ലേ. അതെ അതെ. ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. ചോക്ലേറ്റ് പിങ്ക്, പൂനെ വൈറ്റും പൂനെ പിങ്കും അല്ലേ. ഇതും വലിയ പൂക്കളാണല്ലേ. അതെ അതെ. ചിത്ര ക്രീം അല്ലേ. ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റുകൾ തന്നെ അല്ലേ. അതെ അതെ. ചിത്രയുടെ പൂക്കളെല്ലാം വലുതാണല്ലേ അത്യാവശ്യം. അതെ. ഇത് മൂൺലൈറ്റ് അല്ലോ അല്ലേ. ഇത് കുറച്ച് ഭംഗിയുള്ളതാണല്ലേ. ഇലയും കൂടെ വരുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം നമുക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ആണല്ലേ. മൂൺലൈറ്റ് അല്ലോ അല്ലേ. ഇത് ലൈലാക്ക് അല്ലേ. ഇത് ബ്ലൂബെറി ഐസ്. ഇത് ബ്ലൂബെറി ഐസ് അല്ലേ. ബ്ലൂബെറി ഐസ് ഇച്ചിരി മെച്ചർ ആകുമ്പോഴേ ബ്ലൂബെറീസ് ഫ്ലവർ. അതല്ലേ, കുറച്ച് ടൈം എടുക്കും അല്ലേ. പൂത്താ ഒരുപാട് ചെറിയ ചെറിയ പൂക്കൾ വരും അല്ലേ. യെല്ലോ ഫാന്റസിയുടെ വലിയ പ്ലാന്റ്. ഓ, യെല്ലോ ഫാന്റസി. ഇത് നമ്മുടെ ആ ഗോൾഡൻ അദർണയുടെ ഒരു തോന്നൂല്ലേ അതുപോലെ തന്നെ. ലീഫിന് ഇങ്ങനെ വെരിഗേഷൻ വരും. ഓ, അതാണ് അതിന്റെ വ്യത്യാസം അല്ലേ. യെല്ലോ ഫാന്റസി അല്ലേ. ഓറഞ്ച് എന്ന് പറയുന്ന പ്ലാന്റ്. ബംഗാൾ ഓറഞ്ച്, ഡലീമ ഓറഞ്ച് എന്നൊക്കെ പറയും. ഓ, ഇത് വെരിഗേറ്റഡ് ആണല്ലേ ലീഫ്. ഇത് കയാട്ട. ഓ, ഈ ഒരു പീച്ച് കളർ അല്ലേ. വരും. ഇത് സൺസെറ്റ് ഓറഞ്ചും സൺസെറ്റ് റെഡും കൂടെ. സൺസെറ്റ് ഓറഞ്ചും സൺസെറ്റ് റെഡും അല്ലേ. ക്രിസ്റ്റീന അവിടെ